വീട്ടിൽ കുക്കിംഗ് ഒക്കെ ആരാണ്? കുക്കിംഗ് അമ്മയാണ്. പാചകമൊന്നുമില്ല? പാചകം ചെയ്യും എന്നുവെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ വെക്കുന്ന ഇഷ്ടമില്ല. അപ്പൊ വല്ലപ്പോഴൊക്കെ ഞാൻ ആ സ്നേഹം കൊണ്ട് വെച്ചു കൊടുത്താലും പിന്നെ അത് ഒരിക്കൽ ഞാൻ അവിയൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ പെരുംജീരകവും ആ സാധാരണ ജീരകവും മാറിപ്പോയി. അപ്പൊ ഞാൻ ഈ ജീരകം അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ആ ഇടുക എന്നുള്ള രീതിയിൽ അവിയൽ ഉണ്ടാക്കിയപ്പോ ഞാൻ ജീരകത്തിന് പകരം പെരുംജീരകമാണ് ഇട്ടത്. എനിക്ക് ഓൾറെഡി ചിക്കനും മട്ടനും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ആ അവിയൽ കറി സത്യത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ആ പെരുംജീരകം അതിൽ വന്നതോടുകൂടി ടേസ്റ്റ് പോയെന്നല്ല, പിന്നെ ഞാൻ പെരുംജീരകം ഒന്നും ജീരകമേ ഇട്ടില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് എന്ത് കഴിച്ചാലും ഈ പെരുംജീരകം ഉണ്ടെന്നുള്ളൊരു അത് കാരണം ഞാൻ പിന്നെ മെനക്കെടാറില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കുക്കിംഗ് നമ്മൾ അത്യാവശ്യം അറിയാന്നേ ഉള്ളൂ. അത്യാവശ്യം അറിയാം. അപ്പൊ മോൻ എന്ത് കഴിക്കും? ഞാനും മോനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അമ്മയുടെ 2 മക്കളെ പോലെയാണ്. ആണ്. അതെ. അപ്പൊ ഇനിയൊരു വിവാഹം ചില സമയത്ത് ശരിക്കും ചെറുപ്പമല്ലേ? അതാണ് കാര്യം വെച്ചാല് നമ്മളുടെ ഒരു കുഞ്ഞ് ആയി പോയോണ്ട് ഒരു എൻ്റെ മകനെയും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരാൾ വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു കൂട്ട് എന്നുള്ള ലെവലിൽ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 വയസ്സൊക്കെ ആവുമ്പം അതാകുമ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറയും, എടാ അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു അബ്ബ കല്യാണം കഴിക്കരുത്. പറഞ്ഞോ? എൻ്റെ അടുത്ത് പറഞ്ഞു അബ്ബ കല്യാണം കഴിക്കരുത്, എന്നെ അബ്ബ എന്നാ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, പക്ഷെ നീയും കെട്ടരുത്, അതാണ് എൻ്റെ ഡിമാൻഡ്. അപ്പൊ അവനിങ്ങനെ എന്നൊരു ഞാൻ പറഞ്ഞു നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ മര്യാദക്ക് നീ എന്നെ കെട്ടിച്ചു വിട്ടോളാം. അപ്പം ഞാൻ എൻ്റെ ഒരു പ്ലാൻ, നീ ഫ്രീ ആവും. അപ്പൊ അല്ലെങ്കിൽ ഞാൻ അവന്റെ തലയിലാവും. അപ്പൊ എല്ലാവരുടെ അറിവിന് വേണ്ടി പറയാണ് 50 വയസ്സിൽ ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ. എനിഹൗ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലക്ഷ്മി ഒരു പെണ്ണാണോ അതോ ഒരാണാണോ? ഇതിന് ശരിക്കും ഞാൻ ഉത്തരം പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഭാഗ്യത്തിന് എനിക്കൊരു കുഞ്ഞുണ്ടായി, അല്ലായിരുന്നേ നിങ്ങൾ എല്ലാരും എന്നെ ആണാക്കിയേനെന്ന്. ഞാൻ ചോദിച്ച വേറൊന്നുമല്ല, ആൺ ശബ്ദത്തിലും പാടും പെൺ ശബ്ദത്തിലും പാടും. നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാടാം. കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം, കാതിൽ തോണിപ്പാട്ടിൻ വളക്കിലുക്കം, മേലന്തയ്ക്ക് ചെന്തെങ്ങിൻ ചെമ്മുകിൽ ചാന്തിട്ട പൂങ്കുല തോൽക്കും ഗന്ധം. കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം, കാതിൽ തോണിപ്പാട്ടിൻ വളക്കിലുക്കം, മേലന്തയ്ക്കു ചെന്തെങ്ങിൻ ചെമ്മുകിൽ ചാന്തിട്ട പൂങ്കുല തോൽക്കും ഗന്ധം. മാറിൽ ചില്ലു നിലാവ് മഞ്ഞൾ കുഴമ്പോ താമര നോറ്റോ വർണ്ണപ്പകിട്ടോ, മാമയിൽ പീലിപ്പൂ കാവടിയോ, മാരിവില്ലോലും പകൽ മുകിലോ, കാണാച്ചെപ്പിൻ കുങ്കുമമോ, മുത്തായി ചുണ്ടത്തെ മുത്തങ്ങളാൽ മാണിക്കല്ലാൽ മേഞ്ഞു മെനഞ്ഞേ മാമണി കൊട്ടാരം, തണുത്തടിച്ചാൽ തനി തുറക്കും തങ്കത്തിൻ കൊട്ടാരം. സൂപ്പർ. ഇത് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ആലോചിച്ച എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. കാരണം ഇത് ശരിക്കും പാടാൻ തന്നെ ബുദ്ധിമുട്ടാ. നമ്മൾ സ്റ്റേജിൽ പണ്ട് ഞാൻ പാടിയിട്ടുണ്ട്, പാടുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കണം. നമ്മൾ സാധാരണ പാടുമ്പോൾ വളരെ ഈസി അല്ലേ, പാട്ട് കേൾക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ കട്ടിങ് നമ്മുടെ IV ശശിയുടെ പടമാണ് വർണ്ണപ്പകിട്ട്. ഇത് ശരിക്കും ഞങ്ങൾ സ്വർണ്ണലതയും ഞാനും കൂടാണ് ഈ പാട്ട് പാടിയത്. പാടിക്കൊണ്ടിരുന്നപ്പോൾ ശശിയേട്ടൻ വന്ന് പറഞ്ഞു, നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യാമെന്ന്. ഇത് അക്കച്ചക്കം കട്ട് ചെയ്താണ്. കാരണം സാധാരണ രീതിയിൽ ഒരു കട്ടിങ്ങിനൊരു രീതി ഉണ്ടല്ലോ, ഇത് ഒരു ബന്ധമില്ലാത്ത കട്ടിങ്. അപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അന്ന് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ഓരോന്ന് എടുത്തെടുത്ത് പോയി. പക്ഷേ ഇത് സ്റ്റേജിൽ വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓർക്കില്ല. അത് മാത്രമല്ല, ഫീമെയിൽ പാടി നിർത്തിയ ഉടനെ പിന്നെ ഫീമെയിൽ തന്നെ തുടങ്ങും. മെയിൽ നിർത്തുന്നതിന് ഇടയിൽ ഫീമെയിൽ പാടും. അങ്ങനെയൊക്കെ വെരി കൺഫ്യൂസ്. ബട്ട് യു ഡിഡ് ഇറ്റ് ഗ്രേറ്റ്. സൂപ്പർ.